ഓ മുരുകായ നമ. ഇന്ന് നമുക്ക് തൃക്കാർത്തികയെക്കുറിച്ച് കേൾക്കാം. വൃശ്ചിക മാസത്തിൽ കാർത്തിക നക്ഷത്രവും പൗർണമിയും ഒരുമിക്കുന്ന നാളിലാണ് തൃക്കാർത്തിക ആഘോഷിക്കുന്നത്. കാർത്തികൈ വിളക്ക് അല്ലെങ്കിൽ തൃക്കാർത്തിക എന്നും അറിയപ്പെടുന്നു. തൃക്കാർത്തിക ദിനത്തിൽ വ്രതമനുഷ്ഠിക്കുന്നതും ഭവനത്തിൽ ചിരാതുകൾ തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതും ദേവീ കടാക്ഷത്തിന് ഐശ്വര്യവർദ്ധനവിനും ദാരിദ്ര്യ ദുഃഖ ശമനത്തിനും കാരണമാകുന്നു. തൃക്കാർത്തിക ദിനത്തിൽ ദേവിയുടെ സാമീപ്യം ഭൂമിയിൽ ഉണ്ടായിരിക്കുമെന്നാണ് വിശ്വാസം. മനസ്സിലെ മാലിന്യങ്ങൾ നീക്കി കുടുംബത്തിൽ ഐശ്വര്യം നിറയ്ക്കുന്നതാണ് തൃക്കാർത്തിക വ്രതം. കുടുംബത്തിൽ എല്ലാവരും ഒന്നിച്ച് വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ്. പാർവതീ ദേവി കാർത്യായനി രൂപത്തിൽ അവതരിച്ച ദിവസമാണ് തൃക്കാർത്തിക എന്നാണ് ഐതിഹ്യം. അതുകൊണ്ട് കാർത്യായനി ദേവിയുടെ ജന്മദിനമെന്ന നിലയിലാണ് കേരളത്തിൽ തൃക്കാർത്തിക ആഘോഷിക്കുന്നത്. തമിഴകത്ത് തൃക്കാർത്തിക സുബ്രഹ്മണ്യനുമായി ബന്ധപ്പെട്ട ആഘോഷമാണ്. ശരവണ പൊയ്കയിൽ പിറന്നു വീണ സുബ്രഹ്മണ്യനെ കൃത്തികമാർ എന്ന 6 അമ്മമാർ എടുത്തു വളർത്തിയതുമൂലം 6 മുഖമുണ്ടായെന്നാണ് വിശ്വാസം. ഈ അവസ്ഥയിൽ പാർവതീദേവി കുട്ടിയെ എടുത്ത് ഒന്നാക്കിയപ്പോൾ വീണ്ടും ഒരു മുഖമായി എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇങ്ങനെ പാർവതീദേവി സുബ്രഹ്മണ്യനെ എടുത്തത് തൃക്കാർത്തിക ദിവസമാണ് എന്നും ഐതിഹ്യമുണ്ട്. അതിനാലാണ് തൃക്കാർത്തിക നാളിൽ സുബ്രഹ്മണ്യനെ പൂജിക്കുന്നത്. ശ്രീ പരമേശ്വരൻ അഗ്നിരൂപിയായി നിലകൊള്ളുന്ന തമിഴ്നാട്ടിലെ തിരുവണ്ണാമല ക്ഷേത്രത്തിൽ കുന്നിനു മുകളിൽ തെളിയിക്കുന്ന തൃക്കാർത്തിക ദീപം പ്രസിദ്ധമാണ്. മനസ്സിലെ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ഇല്ലാതാക്കുന്നതിന്റെ പ്രതീകമാണ് ദീപം തെളിയിക്കൽ. ഗൃഹത്തിൽ തൃക്കാർത്തിക ദിവസം ദീപം തെളിയിച്ചാൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ലഭിക്കുമെന്നാണ് ഐതിഹ്യം. അഗ്നി നക്ഷത്രമാണ് കാർത്തിക. ജ്ഞാനത്തിന്റെയും ആഗ്രസാഫല്യത്തിന്റെയും ശുഭാപ്തിയുടെയും പ്രതീകമാണ് അഗ്നി.